അച്ഛനും അമ്മ എവിടെ നിൽക്കണോ അവിടെ മോള് നിന്നോളൂ. എന്നാ എന്റെ മോളും വരണില്ല, അവളും അവളുടെ അമ്മ നിൽക്കുന്നിടത്തൊക്കെ നിന്നോളൂ. പിന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടെന്തിന്? നേരെ നോക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീ കല്യാണം കഴിച്ചോണ്ട് പോയത്? മാസത്തിൽ പകുതി ദിവസം അവക്ക് ഇവിടെ നിൽക്കാനാണ് വിധി. നീ നല്ലൊരു ഭർത്താവായിരുന്നെങ്കിൽ അവക്ക് ഈ ഗതി വരുമായിരുന്നാ? നേരെ നോക്കുകയില്ല, എന്നിട്ട് മൂച്ച് കാണിക്കണ്. ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ എന്നെ ഒന്ന് വിളിച്ചു ചോദിച്ചോ മനുഷ്യ? ഞാൻ പോവാൻ കാത്തിരുന്നത് പോലെ ചോദിച്ചപ്പോ തന്നെ തുണിയും എല്ലാം കൊടുത്ത് വിട്ടേക്കുന്നത്. ഇത് ജയറാമേ, എന്റെ മോളെ കണ്ണീര് കുടിപ്പിക്കാനല്ല നിനക്ക് കെട്ടിച്ചു തന്നത്. നിങ്ങളുടെ മോളെ ഞാൻ എന്തോന്ന് കണ്ണീര് കുടിപ്പിച്ചെന്നാണ്? ഇവളെ കെട്ടിയതിനു ശേഷം ഞാനാണ് കണ്ണീര് കുടിച്ചോണ്ടിരിക്കണത്. കേട്ടാമ്മ, ഇതാണ് നിർത്തടി. അവളെ കേട്ടാമ്മ, അമ്മ കേട്ടായിട്ട് തന്നെ ഇതുവരെ എത്തിയത്. ഓ, അപ്പൊ ഞാൻ തെറ്റുകാരിയായി. മൂക്കുകൊണ്ട് മൂളിയെ ഇറങ്ങി വരുന്ന ഇവളെ പിടിച്ചു നിർത്തി എളുപ്പം കൊടുത്ത അമ്മ തന്നെയാണ് തെറ്റുകാരി. മാസത്തിൽ പകുതിയിൽ ഇവൾ ഇവിടെ വന്ന് പിണങ്ങി നിൽക്കാറുണ്ടല്ല. എപ്പോഴെങ്കിലും അമ്മ എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടാ അവൾ എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കണേന്ന്? അവളുടെ ഭാഗം കേൾക്കുക, പിടിച്ചങ്ങ് നിർത്തുക. പിന്നെ ഞാൻ എന്റെ മോളെ ഇറക്കി വിടണോ? ഇറക്കി വിടണ്ട, പക്ഷെ പിടിച്ചു നിർത്തരുത്. ഒരു നല്ല അമ്മയാണെങ്കിലേ അവൾ എന്തിനാണ് പിണങ്ങി വന്നതെന്ന് അവളടുത്ത് ചോദിക്കും. അപ്പൊ അവൾ കാര്യം പറയും. എന്നിട്ട് അത് കേട്ട് ഉടനെ ഒരു തീരുമാനം എടുക്കാതെ എന്നെ വിളിച്ച് എന്റെ ഭാഗം കൂടെ കേൾക്കണം. എന്നിട്ട് ന്യായം ആരുടെ ഭാഗത്തോ ആ ഭാഗത്ത് വേണം നിൽക്കേണ്ടത്. അമ്മ പറയില്ലേ ഇവളെ ഞാൻ നല്ലോണം നോക്കണില്ലെന്ന്? ഇതിന്ന് നല്ലതായിട്ട് ഞാൻ ഇവളെ എങ്ങനെ നോക്കേണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സിനിമയ്ക്ക് പോകാൻ ലേറ്റ് ആവണേന്, എൻഗേജ്മെന്റ് ഡേറ്റ് മറക്കണേന്, സാധനം വാങ്ങാത്തതിന്, കറിക്ക് ഉപ്പ് കൂടി പോയെന്നൊക്കെ പറയണേനാ ഇവള് പിണങ്ങി ഇറങ്ങി വന്ന് എന്റെ അടുത്ത് മിണ്ടാതിരിക്കണത്. പിണങ്ങി വരുമ്പോ പുറകെ വന്ന് വിളിച്ച വലിയ വില കിട്ടുമെന്നാണ് നിന്റെ വിചാരമെങ്കിലേ ഇതൊക്കെ കണ്ട് നിന്റെ ഉള്ള വിലയും കൂടെയാണ് പോകുന്നത്.